ICCയുടെ T20 ഫൈനൽ നാളെയാണ് നടക്കുന്നത്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ, അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഇപ്രാവശ്യം ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാവുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സഞ്ജു സാംസൺ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആദ്യ മത്സരം നോക്കൗട്ട് മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരായ സൂപ്പർ 8-ലെ പ്രധാനപ്പെട്ട മത്സരം. ആ മത്സരത്തിൽ സഞ്ജു സാംസൺ വളരെ മികച്ച പ്രകടനം നടത്തി സെമിയിലേക്ക് ടീമിനെ കൊണ്ടുപോയി. ഒറ്റയാൾ പോരാട്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 97 റൺസാണ് അന്ന് നേടിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 190 മുകളിലുള്ള ലക്ഷ്യം നേടാൻ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്ക് പലപ്പോഴും പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ സഞ്ജു സാംസൺ ഒരു ഭാഗത്ത് കൂളായി നിന്നുകൊണ്ട് മത്സരം വിജയിപ്പിക്കുന്നത്, ഒരു മോശം ഷോട്ട് പോലും ഇല്ലാതെ, ഒരു ചാൻസ് പോലും കൊടുക്കാതെയുള്ള ഒരു പ്രകടനമാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ നടത്തിയത്. അന്നത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചായി. പിന്നീട് അത് ഒരു ചേസിംഗ് കൂടിയായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ T20 ചരിത്രത്തിൽ നോക്കൗട്ട് റൗണ്ടിലെ ഏറ്റവും വലിയ ചേസിംഗ് ആണ്. വിരാട് കോഹ്ലിയാണ് ഇതിനു മുമ്പ് അതിൽ ഏറ്റവും സ്കോർ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് സഞ്ജു സാംസൺ ആയി മാറിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ മത്സരം ഏതാണ്? അത് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരം. ആ മത്സരത്തിൽ ആർച്ചർ, നമുക്കറിയാം, ഇംഗ്ലണ്ടിന്റെ ഏറ്റവും നല്ല ഫാസ്റ്റ് ബോളർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. വലിയ ബൗൺസറുകൾ ബാറ്റ്സ്മാൻമാരെ കുഴപ്പിക്കുന്നതാണ്. സഞ്ജു സാംസൺ കഴിഞ്ഞ ഇന്ത്യക്കെതിരായ T20 പരമ്പരയിൽ നിരന്തരമായി ഔട്ടാക്കിയത് ഈ ആർച്ചറാണ്. പക്ഷെ ആർച്ചറിനെ വലിയ പ്രഹരമാണ് സഞ്ജു സാംസണിൽ നിന്ന് ഏറ്റിട്ടത്. അതായത് ഒരു പ്രതികാരം പോലെയാണ് ഈ കളിയിൽ സഞ്ജു സാംസണിന്റെ പെർഫോമൻസ് എന്നുള്ളത്. അപ്പോൾ ഇനി ഫൈനലിലേക്ക് വരുമ്പോഴും ഇന്ത്യയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം എന്നുള്ളത് സഞ്ജു സാംസൺ തന്നെയാണ്. മറ്റൊന്ന്, ഫൈനലിലേക്ക് വരുമ്പോൾ ഈ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നുള്ളത് കഴിഞ്ഞ 50 ഓവറിന്റെ ലോകകപ്പ് ഫൈനൽ ഓസ്ട്രേലിയയുമായി കളിച്ചത് ഇതേ സ്റ്റേഡിയത്തിലാണ്. അന്ന് ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതേ പരാജയത്തിന്റെ ഓർമ്മകൾ കൂടിയാണ് ഈ ഫൈനലിലേക്ക് കടക്കുമ്പോൾ ന്യൂസിലൻഡുമായിട്ടുള്ള ഫൈനലിൽ ഇന്ത്യക്കുണ്ടാവുക. കാരണം കഴിഞ്ഞ തവണ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അണിനിരുന്ന അതിശക്തമായ ലോകകപ്പിലെ പരാജയം അറിയാത്ത ടീമിനെയാണ് അന്ന് ഓസ്ട്രേലിയക്കെതിരായ ഫൈനലിൽ നേരിട്ടത്. പക്ഷെ എങ്കിലും ഇന്ത്യ പരാജയപ്പെട്ടു. ഇപ്പോഴും നാളെ വീണ്ടും നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ സഞ്ജു സാംസൺ ശ്രദ്ധാകേന്ദ്രമാകുമ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് തുറുപ്പുചീട്ട് എന്നുള്ളത് ജസ്പ്രീത് ബുംറയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കളിയിലെ അദ്ദേഹത്തിന്റെ ബോളിംഗ് അവസാന 2 ഓവറുകൾ എന്നുള്ളത് കേവലം ഡോട്ട് ബോളുകൾ നിരന്തരമായി എറിയുക, അല്ലെങ്കിൽ യോർക്കറുകൾ നിരന്തരമായി എറിഞ്ഞ് ഡോട്ട് ബോളുകൾ സൃഷ്ടിക്കുക. അങ്ങനെ ആ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ബുംറയാണ്. ഒരു 13-15 ആവറേജിൽ പോയിക്കൊണ്ടിരുന്ന മത്സരമായിരുന്നു. അത്തരം ഒരു ടാർഗറ്റ് ആയിരുന്നു ഈ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അത് അവർക്ക് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. പക്ഷേ അവിടെയാണ് ജസ്പ്രീത് ബുംറ അവസാന നിമിഷം എറിഞ്ഞ 2 ഓവറുകൾ എന്നുള്ളത്. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യയുടെയും അതിനിടയിൽ ഹർഷദീപിന്റെയും ഒരു ഓവറൊക്കെ ഉണ്ട്. പക്ഷെ ജസ്പ്രീത് ബുംറയാണ് അതിന് സഞ്ജു സാംസൺ മത്സരശേഷം നടത്തിയ മാൻ ഓഫ് ദി മാച്ച് വാങ്ങുമ്പോൾ സഞ്ജു സാംസൺ പറഞ്ഞ കാര്യം, ഓൺസ് എ ജനറേഷൻ ബോളർ. ഈ ജനറേഷനിൽ ഉള്ള ഏതെങ്കിലും ഒരു ജനറേഷനിലുള്ള ഓൺസ് എ ജനറേഷൻ ബോളറാണ് ജസ്പ്രീത് ബുംറയാണ്. T20 ബുംറയുടെ റെക്കോർഡും അത്തരത്തിലാണ്. അപ്പോൾ ഇനി ഫൈനലിലേക്ക് വരുമ്പോൾ ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫോമിലാണ്. ന്യൂസിലൻഡ് സെമിയിൽ ഏകപക്ഷീയമായി സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചതാണ്. പക്ഷേ ഇന്ത്യ എന്നുള്ളത് ഒരു ടീമായി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും എല്ലാവരും അവരുടേതായ ദിവസങ്ങളിൽ ഇൻഡിവിജ്വലായി പെർഫോം ചെയ്യാൻ കഴിവുള്ളവരാണ്. അഭിഷേക് ശർമ്മ, ഇഷൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, ഇങ്ങനെ വലിയ ഒരു താരനിര. തിലക് വർമ്മ, ബോളിങ്ങിലാണെങ്കിൽ ഹർഷദീപും ബുംറയും. ഇനി ഫൈനലിൽ ഈ വരുൺ ചക്രവർത്തിയുടെ മോശം ഫോമും അഭിഷേക് ശർമ്മയുടെ മോശം ഫോമുമാണ് ഇന്ത്യയെ അലട്ടുന്ന പ്രശ്നം. പക്ഷേ ചിലപ്പോൾ വരുൺ ചക്രവർത്തിക്ക് പകരം കുൽദീപിനെ കൊണ്ടുവന്നേക്കാം. അഭിഷേക് ശർമ്മയ്ക്ക് പകരം വേറെ ആരും ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കാൻ പറ്റുന്ന ആളുകളില്ല. അതുകൊണ്ട് അഭിഷേക് ശർമ്മ തന്നെ നിലനിൽക്കാനാണ് സാധ്യത. റിങ്കു സിംഗ് ആണ് പിന്നീടുള്ളത്. റിങ്കു സിംഗ് ലോവർ ഓർഡർ ബാറ്റ്സ്മാൻ ആണ്. ശിവൻ ഡുബെ ഇതിനിടയിൽ നമ്മൾ പറയാൻ വിട്ടുപോയവർ. ശിവൻ ഡുബെ വെസ്റ്റ് ഇൻഡീസിനെതിരെ ക്രൂഷ്യലായ 2 ബൗണ്ടറികൾ നേടി കഴിഞ്ഞ മത്സരത്തിലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഓൾറൗണ്ടർ എന്ന രീതിയിൽ പരിഗണിക്കാൻ കഴിയില്ല. ശിവൻ ഡുബെ അറിയപ്പെടുന്നത് ഓൾറൗണ്ടർ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഓൾറൗണ്ടർ എന്നറിയപ്പെടാൻ കഴിയില്ല. ബോളിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ശിവൻ ഡുബെ ഒരു ഓപ്ഷനായി കാണാൻ കഴിയില്ല. പക്ഷേ ബാറ്റിങ്ങിൽ നല്ല ഫോമിലാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഫൈനലിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ തന്നെയാണ് കേന്ദ്രബിന്ദു. സഞ്ജു സാംസൺ ഇന്ത്യയിലെ
ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് MS ധോണി, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ഇവർക്ക് ശേഷം ഇപ്പോൾ നിലവിലുള്ള കളിക്കാരിൽ ഏറ്റവും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള കളിക്കാരനാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ക്രീസിൽ ഇറങ്ങുമ്പോൾ വലിയ ആരവമാണ് സ്റ്റേഡിയങ്ങളിൽ ഉണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ, സ്ക്വാഡിലുള്ള പുറത്താക്കിയതിനു ശേഷം വീണ്ടും തിരിച്ചു കൊണ്ടുവരുമ്പോൾ സൂര്യകുമാർ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ വീണ്ടും കരഘോഷം മുഴങ്ങുകയാണ്. അപ്പോൾ സഞ്ജു സാംസൺ പുതിയൊരു ഔറ ഇന്ത്യൻ ടീമിൽ സൃഷ്ടിക്കുന്നുണ്ട്. ICCയുടെ പോലും ബ്രാൻഡ് നെയിമുകളിൽ സഞ്ജു സാംസൺ വരുന്നു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു ഒരു സമയമാണ്. ക്രിക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ICC വേൾഡ് കപ്പ് ഫൈനലിൽ 2020 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ മലയാളിയെ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ ടീമിൻ്റെ പദ്ധതികൾ തുടങ്ങുന്നു എന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സെമി ഫൈനലിലും സൂപ്പർ 8 ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തിലും നന്നായി പെർഫോം ചെയ്ത് മാൻ ഓഫ് ദി മാച്ചായി എന്നുള്ള ചരിത്രം കൂടി സഞ്ജു സാംസൺ സൃഷ്ടിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ നാളത്തെ ശ്രദ്ധാകേന്ദ്രം സഞ്ജു സാംസൺ തന്നെയാണ്.